ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങൾ അത് ശരീരത്തിലെ ടോട്ടലായിട്ടുള്ള കൊഴുപ്പ് അകറ്റാനും അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പും അതുപോലെ വയറ് സ്ട്രോങ് ആക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വലതുകാൽ അല്ലെങ്കിൽ ഇടതുകാൽ ഇതുപോലെ മുമ്പോട്ട് കയറ്റി വെക്കുക. പറ്റുന്നത്ര കയറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ വലതുകൈയുടെ സെയിം കാലിന്റെ കൈ തലയിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ അപ്പ് ചെയ്യുക. കഴിയുന്നത്ര വീണ്ടും മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡ് 5 റൗണ്ട്. അതിനുശേഷം കാല് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടതുകാല് മുമ്പോട്ട് വെച്ച് അതിനുശേഷം ഇടതുകൈ തലയിൽ വെച്ച് ഇതുപോലെ മുട്ടുകൈ നിലത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകൈ ഉയർത്തുക. ഇതുപോലെ ഇടതുകൈയും 5 റൗണ്ട്. ഇങ്ങനെ നമ്മൾ മാറി മാറി റൈറ്റ് സൈഡ് ആദ്യം ഒരു 5 റൗണ്ട് ചെയ്യും. അതിനുശേഷം ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. നമുക്ക് ആരംഭിക്കാം. വലതുകാല് 2 കൈകളുടെയും നടുക്ക് വെക്കുക. നിങ്ങൾക്ക് പറ്റുന്നിടത്ത് വെക്കാം. അതിനുശേഷം വലതുകൈ തലയിൽ വെക്കുക. ഇനി കൈമുട്ട് നിലത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എക്സേൽ ഡൗൺ 1 റൗണ്ട്. ഇൻഹേൽ അപ്പ് മുകളിലോട്ട് നോക്കുക. എക്സേൽ ഡൗൺ 2 റൗണ്ട്. മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ. മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി നിങ്ങൾ വലതുകൈ നിലത്ത് വെക്കുക. അതിനുശേഷം വലതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ്ക് പോസിൽ വരിക. പ്ലാങ്ക് പോസിൽ അല്പനേരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക. ആവുന്നത്ര മുന്നോട്ട് വെക്കാം. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണമെന്നില്ല. ഇനി ഇടതുകൈ നിങ്ങളുടെ തലയിൽ വെക്കുക. ഇനി കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ്. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. 1 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 2 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ട്. അവസാന റൗണ്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ശരിക്കും അപ്പ് ചെയ്യുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്ത് മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി ഇടതുകൈ നിലത്ത് വെച്ച് നിങ്ങൾ വീണ്ടും പ്ലാങ്ക് പോസിൽ വരിക. അല്പസമയം വെയിറ്റ് ചെയ്യാം. ടയർഡാണെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഇനി നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക. ഇതുപോലെ കൈകൾ അരക്കെട്ടിന് സമീപം വെക്കുക. നമ്മൾ ചെയ്യുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയറിലെ മസിൽസ് ടൈറ്റ് ആക്കുവാനുമുള്ള ഒരു യോഗാസനമാണ് ഉത്താനപാദാസനം. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് 2 കാലുകളും ഉയർത്തുക. ആവുന്നത്ര ഉയർത്തുക. മാക്സിമത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം 2 കാലുകളും താഴ്ത്തുക. ഇതുപോലെ പറ്റുമെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാതെ നോക്കുക. പറ്റുമെങ്കിൽ എല്ലാവർക്കും കാല് പൊക്കി പിടിച്ച് കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാം. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ടയർഡ് ആവുമ്പോൾ റിലാക്സ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മാറ്റിൽ കിടക്കുക. 2 കൈകളും അരക്കെട്ടിന് സമീപം കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. ഇനി ശ്വാസം എടുക്കുക.
രണ്ടു കാലുകളും ഉയർത്തുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. താഴെ എത്തുമ്പോൾ നിലത്ത് മുട്ടിക്കാതെ ശ്വാസം എടുക്കുക. ഒരു റൗണ്ട്. രണ്ടു കാലും അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. 2 റൗണ്ട്. കാലുകൾ മാക്സിമം അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. നിലത്ത് മുട്ടിക്കരുത്. ശ്വാസം എടുക്കുക. അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. താഴെ എത്തുമ്പോൾ ശ്വാസം എടുക്കുക. നിലത്ത് മുട്ടിക്കരുത്. 4 റൗണ്ടായി. 5ാമത്തെ റൗണ്ട്. 2 കാലും ഉയർത്തുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഇനി കാല് ഡൗൺ ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൈയും ഇതുപോലെ തലയിൽ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. 6 റൗണ്ട്. നിലത്ത് മുട്ടിക്കരുത്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. കാല് ഡൗൺ ചെയ്യുക. 7 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 8 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 9 റൗണ്ട്. താഴെ എത്താറാകുമ്പോൾ ശ്വാസം എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക. ഡൗൺ ചെയ്യുക. 10 റൗണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5-10 റൗണ്ട് കൂടി ചെയ്യുക. എന്നിട്ട് റിലാക്സ് ആവാം. പറ്റില്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. പറ്റുമെങ്കിൽ 5-10 റൗണ്ട് കൂടി. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.